ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ പേരൊന്നും അറിയത്തേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ പേരുകൾ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ ഹസ്ബൻഡ്സിൻ്റെ പേരുകൾ, ഞങ്ങളുടെ അമ്മയുടെ കൊച്ചുമക്കളെ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ സുചിത്ര, ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് അതിശക്തമായ തലവേദന ഉണ്ടായി. തലവേദന എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല, മാറുന്നില്ല. ഞങ്ങളങ്ങനെ പുഷ്പഗിരി കൊണ്ടുപോയി CT സ്കാൻ എടുത്തപ്പോഴാണ് ചെറിയ രീതിയിലുള്ള ഒരു ബ്ലീഡിങ് ഉണ്ടെന്ന് കാണിച്ചത്. അങ്ങനെ അവിടെ എങ്ങും NICU ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ അമ്മയെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിച്ച് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സർജറി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സർജറിക്ക് കയറ്റുന്നതിന് ഒരു 1 അവറിന് മുന്നേ തന്നെ അമ്മയ്ക്ക് വീണ്ടും സിവിയർ ആയിട്ടുള്ളൊരു ബ്ലീഡിങ് വീണ്ടും ഉണ്ടായി. അത് സ്ട്രോക്കിലേക്ക് വഴി നയിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കിട്ടുന്നില്ല എന്നൊരവസ്ഥയായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാനും എൻ്റെ ചേച്ചിയും വലിയവായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുമിത എന്നൊരു ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വരികയും മാതാവിൻ്റെ ഒരു കാശ് രൂപം ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് വെച്ച് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന്. എൻ്റെ പേഴ്സണലി എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അമ്മയിൽ ഒരു നേരിയ വ്യത്യാസം ഞങ്ങൾ കണ്ടു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ അനുവാദം വാങ്ങി ഞങ്ങൾ 2 പേരും ഇവിടെ എത്തുകയാണ് ഉണ്ടായത്. നമുക്ക് ആദ്യം കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ദിവസം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ വളരെ വിഷമത്തോടെയാണ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വളരെ വിഷമത്തോടെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ അമ്മയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ല, അച്ഛനെ അറിയില്ല, മക്കളായ ഞങ്ങൾ 3 പേരാണ് മക്കൾ, ഞങ്ങളെ മക്കളെ അറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് അമ്മ മാറിയായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അറിയുന്നത് അമ്മ ചെറിയ രീതിയിൽ അച്ഛനെ മനസ്സിലാക്കിയെന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ ഉടമ്പടി ഉടമ്പടി എടുത്ത് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും എത്തിയപ്പോഴും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലെത്തി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അമ്മയ്ക്ക് വീണ്ടും ദേഹമൊക്കെ തടിച്ച് അങ്ങനെ സീരിയസ് ആയി. നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചിവിടെ വന്നു, മാതാവിനോട് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും വീണ്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ അമ്മയുടെ വലതുഭാഗം പൂർണ്ണമായും തളർന്നിരുന്നു. ഞങ്ങൾ അതിൻ്റെ അടുത്ത മാസം ഫിസിയോതെറാപ്പി അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മ നടക്കുന്നില്ല, കാലനങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല. ഞങ്ങൾ ദിവസേന ഇരുന്ന് കരച്ചില്ല. മാതാവല്ലാതെ വേറെ ഒരാശ്രയവും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ പിറ്റേ മാസം ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് എനിക്ക് പറയേണ്ടത് എന്താണെന്നറിയില്ല. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അമ്മയെ 2 പേര് താങ്ങിയിട്ടാണെങ്കിൽ കൂടും ഞങ്ങളുടെ അമ്മ കാലെടുത്ത് നടന്നു വരുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾ പ്രായം വളരെ കുറവാണ്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ അമ്മ ഇന്നത്തെ ഈ അമ്മയാക്കി മാതാവ് ഞങ്ങൾക്ക് തന്നു. നമുക്കതിൽ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ നമ്മൾ എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കാൻ നേരം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മൾ അമ്മയ്ക്ക് ഓർമ്മ അധികം ഇല്ലെങ്കിൽ കൂടിയും അമ്മയെ കൊണ്ട് നമ്മൾ ചെല്ലിക്കുകയും ഇവിടെ നിന്ന് കിട്ടിയ തൈലം അമ്മയുടെ വലത് കാലിലും കയ്യിലും ഞങ്ങൾ 2 പേരും മാറി അമ്മയ്ക്ക് പൂശുകയും ചെയ്യുമായിരുന്നു. അതുപോലെ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ അതിനകത്ത് ഉപ്പിട്ട് ഞങ്ങൾ കഞ്ഞി അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു, നാക്കേ വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെയാണ് ഞങ്ങളുടെ അമ്മ നല്ല രീതിയിൽ നാക്കൊന്നും വഴങ്ങത്തില്ലായിരുന്നു. പിന്നെ നല്ല രീതിയിൽ വർത്താനം പറയാൻ തുടങ്ങി. ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ പേരൊന്നും അറിയത്തേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ പേരുകൾ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ ഹസ്ബൻഡ്സിൻ്റെ പേരുകൾ, ഞങ്ങളുടെ അമ്മയുടെ കൊച്ചുമക്കളെ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ അമ്മ ഇന്ന് ഇവിടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് നിൽക്കുന്നതിൽ ഒരേ ഒരു കാരണം ഞങ്ങളുടെ മാതാവ് മാത്രമാണ്. ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം വാങ്ങിച്ചിട്ട് പോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊടുക്കും. അന്ന് ഞങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു ഞങ്ങളൊരു 2 മാസത്തോളം. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ സുവിശേഷ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ഞങ്ങൾ ഓൺലൈനിൽ കൂടി ഞങ്ങളും കേൾക്കുകയും അമ്മയെ അത് നിരന്തരം നമ്മൾ കേൾപ്പിക്കുകയും ചെയ്യും. സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് കൂടുക. മാതാവ് നമ്മുടെ കൂടെ എന്നും കാണും, നമുക്കും ഇങ്ങനെ ഇവിടെ കയറി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മാതാവ് നമുക്ക് തീർച്ചയായും തരുമെന്നുള്ള ആത്മവിശ്വാസത്തോടാണ് ഞങ്ങൾ ഇത്രയും ദിവസം മാതാവിനെ പ്രാർത്ഥിച്ചതും
എന്നിട്ട് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് നടത്തുന്ന ആ ഒരു സിറ്റുവേഷനാക്കി ഞങ്ങൾക്ക് തരണേന്ന്. ഞങ്ങൾക്ക് മാതാവ് ഞങ്ങളുടെ അമ്മയെ അതുപോലെ തന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പം ഞങ്ങളുടെ അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുകയും വീട്ടിൽ ഓരോരോ ജോലികളൊക്കെ ചെയ്യുകയും പിന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ സംസാരിക്കുകയും ചെയ്യും. ഇനിയും ഞങ്ങളുടെ അമ്മയെ മാതാവ് ഇതുപോലെ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പല പല കാര്യങ്ങളിലും മാതാവിനോട് നമ്മൾ വരുന്ന അമ്മയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുമായിരുന്നു. എൻ്റെ വീട് പണിയുടെ കാര്യങ്ങൾ എങ്ങനെ അത് പൂർത്തിയായെന്ന് കൂടി എനിക്കറിയില്ല. എൻ്റെ മാതാവിൻ്റെ ഒരാളുടെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് എൻ്റെ ആ പുതിയ വീട്ടിൽ എനിക്ക് താമസിക്കാൻ കഴിയുന്നത്. അതുപോലെ എൻ്റെ കടബാധ്യതകളായാലും എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് സാധിച്ചു തരണേന്നും. അത് മാതാവ് കേട്ടു. അതുപോലെ എനിക്ക് ഒരു 3 ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു. അത് എങ്ങനെ തീർക്കുമെന്നുള്ളതിൽ എനിക്ക് ഒരു ധാരണയില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്കൊരു പോളിസി ഉണ്ടായിരുന്നു. പക്ഷേ പോളിസിക്കകത്ത് എനിക്ക് ഒരു 1.96 മാത്രമേ എനിക്ക് കിട്ടുള്ളായിരുന്നു. ഞാൻ മാതാവിനോട്, മാതാവേ അതിൻ്റെ ബോണസ് എങ്ങനെയെങ്കിലും അപ്പോൾ അവർ പറഞ്ഞ് ഒരിക്കലും ഒരു 2.15 കിട്ടില്ലെന്ന് പറഞ്ഞതാണ്. ഞാൻ എന്നും മാതാവിനോട്, മാതാവേ എനിക്ക് എൻ്റെ കടം തീർക്കാനുള്ള പൈസ മാതാവ് എനിക്ക് തന്നേ പറ്റൂ. പക്ഷേ എന്തോ അവർ ഓവർ ഇൻട്രസ്റ്റും അതിൻ്റെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ കൂട്ടി എനിക്ക് എൻ്റെ കടം തീർക്കാനുള്ള എല്ലാ ക്യാഷും മാതാവ് തന്ന് എനിക്ക് ആ കടത്തിൽ നിന്ന് ഞാൻ മോചിതയായി. അതിന് ഞാൻ എൻ്റെ മാതാവിനോട് മാത്രമാണ് കടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോൾക്ക് പെട്ടെന്ന് നെഞ്ചിനൊരു മുഴയുണ്ടായി. ഞങ്ങളെല്ലാം വളരെ പേടിച്ചു പോയി. അവൾ ഓടി, എനിക്ക് ജോലിക്ക് കൊണ്ടുവന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല. അവൾ ഓടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് സർജറി കഴിഞ്ഞു. ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ പേടിച്ചു പോയി. പക്ഷേ അപ്പോഴും ഞങ്ങൾ മാതാവിനെ മാത്രം കൂട്ടുപിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. മാതാവ് ഞങ്ങൾക്കത് സാധിച്ചു തന്നു. ഒരു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴും കുഴപ്പമൊന്നുമില്ല. മിടുക്കിയായിട്ട് ഇപ്പോൾ എക്സാമിന് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാതാവ് അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മാതാവെ പ്രാർത്ഥിച്ചാൽ നമുക്ക് മാതാവ് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. ഞങ്ങൾ പാവങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അസുഖബാധിതരായിട്ടുള്ളവരെ കാണാൻ പോവുകയും അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുപോലെ പാവങ്ങൾക്ക് ആഹാരങ്ങൾ ഹോസ്പിറ്റലുകളിൽ ആഹാര വിതരണം ചെയ്യുകയും എല്ലാം ഞങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഭാഗമായിട്ടുണ്ട്. മാതാവിനും ഈശോ മിശിഹായ്ക്കും നന്ദി പറയുന്നു. എൻ്റെ അമ്മയുടെ